ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12-ലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസും അതിൻ്റെ കുറേ പ്രോബ്ലംസും ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തന്നെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിതൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ ബി സി ബി സ്ക്വയർ സി എ സി സ്ക്വയർ എ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് 1 a square a cube 1 b square b cube 1 c square c cube. അതായത് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഈ തന്നിരിക്കുന്നതാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഓരോ റോയിനെയും ഞാൻ ഒരു എ ബി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. അതായത് ഫസ്റ്റ് റോയിനെ എ കൊണ്ട്, സെക്കൻഡ് റോയിനെ ബി കൊണ്ട്, തേർഡ് റോയിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടാണ് ആദ്യം പോകുന്നത്. അപ്പോൾ R1 ബൈ റോ 1നെ എ കൊണ്ട്, R2 ബൈ ബി റോ 2നെ ബി കൊണ്ട്, R3 ബൈ സി റോ 3നെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ആദ്യത്തത് എ സ്ക്വയർ എ ക്യൂബ് എ ബി സി അല്ലേ. ആദ്യത്തെ റോയെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ്, ബി സി ഇൻറ്റു എ ബി സി. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ റോയെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ബി സ്ക്വയർ ബി ക്യൂബ്, അതും എന്ത് തന്നെ വരുള്ളൂ? എ ബി സി തന്നെയല്ലേ വരുള്ളൂ. സി എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എ ബി സി തന്നെ വരും. ഇനി അടുത്ത തേർഡ് റോയിന് നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ സി ഇൻറ്റു സി സ്ക്വയർ ഇൻറ്റു സി ക്യൂബ്, എ ബി ഇൻറ്റു സി എ ബി സി. അപ്പോൾ ഇവിടെ എന്ത് വരും? സി സ്ക്വയർ സി ക്യൂബ് എ ബി സി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്തോട്ട് നമ്മളൊരു എ മൾട്ടിപ്ലൈ ചെയ്തു, ബി മൾട്ടിപ്ലൈ ചെയ്തു, സി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അകത്തോട്ടൊരു സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും അതേ സാധനം തന്നെ നമ്മൾ പുറത്ത് എന്ത് ചെയ്തിരിക്കണം? ഡിവൈഡും ചെയ്തിരിക്കണം. എങ്കിൽ ഇതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം, അതായത് ഇതിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന ഇതിനൊരു വാല്യൂ ഉണ്ടല്ലോ, അതിന് വ്യത്യാസം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത അതേ സാധനങ്ങൾ പുറത്ത് ഡിവൈഡും ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ, ഈ തേർഡ് കോളത്തിൽ ഒരു എ ബി സി കോമൺ ആയിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? അത് ഡിറ്റർമിനൻറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കും. അപ്പോൾ എന്ത് വരും? എ ബി സി ബൈ എ ബി സി. പുറത്തൊരു എ ബി സി 1 ബൈ എ ബി സി ഉണ്ട്, നമ്മൾ ഈ എ ബി സി പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് എന്ത് വരും? എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഇത് അതുപോലെ തന്നെ വരും എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇവിടുന്ന് എ ബി സി പുറത്തേക്ക് എടുത്തത് കൊണ്ട് 1 1 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിറ്റർമിനൻറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഉത്തരം ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കുക. 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇത്രയും ടേംസ് ഓരോ കോളത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടിരിക്കുന്ന എന്നാ നോക്കിക്കേ, പ്രൂവ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്? 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചാൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരെ, ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. ഞാൻ ആ ഡിറ്റർമിനൻറ്റ് ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എ ബി സി ബൈ എ ബി സി 1 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിലെ രണ്ട് കോളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ അതായത് C1 ഇൻ്റർചേഞ്ചസ് ടു C3. C1നെയും കോളം 1നെയും കോളം 3നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുവാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് കോളംസോ രണ്ട് റോസോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുറത്തൊരു നെഗറ്റീവ് സൈൻ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൈനസ് ഓഫ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാം. 1 1 1 C2, അതായത് കോളം 2ന് മാറ്റമൊന്നും വന്നിട്ടില്ല, അത് അതേപടി തന്നെ എഴുതുക. ഇനി ഇവിടെ എന്താ വരുന്നത്? എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ നമ്മൾ C1നെ C3നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി അടുത്തൊരു ഇൻ്റർചേഞ്ചിങ് കൂടെ നടത്തിയാൽ പോലും ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ C2 ഇൻ്റർചേഞ്ചസ് ടു C3. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൂടെ പുറത്തേക്ക് വരത്തില്ലേ? ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് അല്ലേ. 1 1 1 ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. നമ്മുടെ ഫൈനൽ ആൻസർ ആയല്ലോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ദെയർഫോർ 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ഇത്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയാൽ തന്നെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: prove that determinant of 1x square 1x x square 1 equal to 1 minus x cube the whole square. ഓക്കെ, ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഇതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. R1നെ ഈ 3 റോയും കൂടെ ആഡ് ചെയ്തിട്ട് R1ൻ്റെ സ്ഥാനത്തേക്ക് എഴുതാനായിട്ട് പോവുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പോൾ എന്ത് വരും 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെയും എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ, അപ്പോൾ അതിനെ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെയും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും മാറ്റമൊന്നുമില്ല. അപ്പോൾ അതായത് ഇവിടെ എഴുതുക എക്സ് സ്ക്വയർ 1 എക്സ് സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിയർ അല്ലേ? ഫസ്റ്റ് റോയിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ്, അപ്പോൾ ഇത് 3 പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ 1 1 1 എന്ന് വരില്ലേ? 1 1 1. ബാക്കി 2 റോയും അതേപോലെ തന്നെ എഴുതുക. എക്സ് സ്ക്വയർ 1 എക്സ് സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റോ എന്ത് പറ്റി? 3 1 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 2 ടേംസിന് എന്ത് ചെയ്യണം? 0 ആക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 0 ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? C2നെയും C3നെയാണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ C2 ചേഞ്ചസ് ടു C2 മൈനസ് C1. അതിൻ്റെ ഒപ്പം തന്നെ C3 ചേഞ്ചസ് ടു C3 മൈനസ് C1. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ്, ഫസ്റ്റ് കോളത്തിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. 1 എക്സ് സ്ക്വയർ എക്സ്. ഇനി C2നെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ? C2 മൈനസ് C1 അല്ലേ? ഇതാണ് C2, ഇതാണ് C1. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. 1 മൈനസ് 1 0. 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ക്ലിയർ? ഇനി നമുക്ക് C3നെ ചേഞ്ച് ചെയ്യണം. എങ്ങനെ? C3 മൈനസ് C1. ഇതാണ് നമ്മളുടെ C3, ഇതാണ് C1. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 1 0. എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അടുത്തത് 1 മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ റോയിലെ ഈ 2 എലമെൻറ്റുകളെ നമ്മൾ 0 ആക്കി. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ. expanding along first row, which is equal to 1 plus x square into അല്ലേ 1 ഇൻറ്റു ഈ 1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള 4 എലമെൻറ്റുകളുടെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് 1 മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു, ഇനി 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുന്നത് ഇതാണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇനി ഈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം കണ്ടോ? ഇത് നമുക്ക് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് ഊഹിക്കാമല്ലോ അല്ലേ? 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 സ്ക്വയർ എന്നും എഴുതാം. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ ആയിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അതുപോലെ ഇത് എഴുതിക്കൂടെ? അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിനകത്തുനിന്ന് ഞാനൊരു എക്സ് കോമൺ ആക്കി വെളിയിലേക്ക് എടുക്കുവാണ്. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു അല്ലേ? ഇവിടുന്ന് എക്സ് വെളിയിലെടുത്തപ്പോൾ ബാക്കി 1 മൈനസ് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് വെളിയിലെടുത്തപ്പോൾ എക്സ്. ഇനി ഇതിനകത്തുനിന്ന് ഞാനൊരു മൈനസ് എക്സ് വെളിയിലേക്ക് എടുക്കുവാണ് കേട്ടോ. മൈനസ് എക്സ് ഞാൻ വെളിയിലേക്ക് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ ടേംസ് തിരിയും. ഈ എക്സിൻ്റെ ടേം ആദ്യം വരും, എക്സ് സ്ക്വയർ അപ്പുറം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. അപ്പോൾ മൈനസ് എക്സ് വെളിയിലേക്ക് എടുത്തപ്പം 1 മൈനസ് എക്സ് സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് പുറത്തോട്ട് വന്നപ്പോൾ എന്തായി? അതും എക്സ് ആയി. ഈ 1 മൈനസ് എക്സിന് ഒന്നും ചെയ്യേണ്ട, അത് അതേപടി തന്നെ എഴുതുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഫസ്റ്റ് റോയിൽ ഇവിടെ ഒരു 1 മൈനസ് എക്സ് കോമൺ ഇല്ലേ? സെക്കൻഡ് റോയിലും ഒരു 1 മൈനസ് എക്സ് കോമൺ ഇല്ലേ? അപ്പോൾ 2 റോയിൽ നിന്നും ഈ 2 1 മൈനസ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യാം? വെളിയിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ വെളിയിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഡിറ്റർമിനൻറ്റിൻ്റെ അകത്ത് ഈ വാല്യൂസ് ഒക്കെ വരും അല്ലേ? 1 പ്ലസ് എക്സ് മൈനസ് എക്സ് 1. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലേ? 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് തന്നെ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് അല്ലേ? ഈ മൈനസ് നമ്മൾ ഓൾറെഡി ഉള്ള മൈനസ് ഇതും കൂടെ ഉൾപ്പെടെ എടുത്തെഴുതണം കേട്ടോ, വിട്ടു പോകരുത്. മൈനസ് എക്സ് ഇൻറ്റു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ്. ദി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആകും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ,
ദേ ഈ 1 + x + x² × 1 - x എന്ന് പറയുന്നത് 1³ - x³ എക്സ്പാൻഷനാണ്. ഓക്കെ, 1 + x + x² × 1 - x എന്ന് പറയുന്നത് എന്താണ്? 1³ അതായത് a³ - b³ എക്സ്പാൻഷനാണ് ഈ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഇരിക്കുന്നത് 1 + x + x² × 1 - x എന്ന് പറയുന്നത് എന്താണ്? 1³ - x³ എക്സ്പാൻഷനാണ്. ഓക്കെ, ഈ 1³ നമുക്ക് 1 ആയിട്ട് തന്നെ എഴുതിക്കൂടെ? അപ്പോൾ 1 - x³ എന്ന് ഇതും വരും, ഇൻറ്റു പിന്നെയും 1 - x³ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 - x³² നമ്മുടെ ഫൈനൽ ആൻസർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലെ സ്റ്റെപ്സൊക്കെ നല്ല രീതിയിലൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മളിന്ന് 2 പ്രോബ്ലംസ് ആണ് ചെയ്തത്. അത് രണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.